വിവിധ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലും ഒപ്പം ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസും. ബൽറാം നെടുങ്ങാടിയിലേക്കാണ് ആദ്യം പോകുന്നത്. ബൽറാം, ഇന്നലത്തെ കഴിഞ്ഞ 2 ദിവസങ്ങളുണ്ടായ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമായി ആക്രമണങ്ങൾ കടക്കുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് നേരിട്ട് എന്ന രീതിയിലേക്ക് ഇന്ത്യക്ക് തൊട്ടടുത്തേക്ക് യുദ്ധത്തിലെ സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ ഒരു കപ്പലാണ് ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ടായത്. ഇറാന്റെ 2ാമത്തെ യുദ്ധക്കപ്പൽ അത് സുരക്ഷിതമാണ് എന്ന് ഇന്നലെ അവർ സഹായം തേടിയിരുന്നു ശ്രീലങ്കൻ സേനയോട്. ആ കപ്പൽ സുരക്ഷിതമാണ് എന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? ശ്രീലങ്കൻ സൈന്യം ഉള്ളവർ ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ദിൽന, ക്രിസ്റ്റീന. ഈ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് കൂടി ഈ സംഘർഷം വ്യാപിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിരുന്നു. മാർച്ച് 4-നാണ് ഈ മേഖലയിൽ വെച്ച് ഇറാനിയൻ യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ഐറിസ് ദേന എന്ന കപ്പലിന് നേരെയുണ്ടായ ടോർപിഡോ ആക്രമണത്തിൽ 80-ലേറെ സൈനികർ അല്ലെങ്കിൽ നാവികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണമുണ്ട്. ഇത് ശ്രീലങ്കയുടെ അധികാര പരിധിയിൽ വരുന്ന സമുദ്രമേഖലയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. അന്താരാഷ്ട്ര കപ്പൽശാലയിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ മറ്റൊരു ഇറാനിയൻ കപ്പൽ കൂടി ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഐറിസ് ബഷീർ എന്ന കപ്പലാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ക്ഷണപ്രകാരം വിശാഖപട്ടണത്ത് നടന്ന മിലൻ അടക്കമുള്ള 2 നാവികാഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുത്ത ശേഷം മടങ്ങിപ്പോവുകയായിരുന്നു ഈ ഐറിസ് ദേന കപ്പൽ. അത് യുദ്ധസജ്ജമായിട്ടല്ലായിരുന്നു സഞ്ചരിച്ചിരുന്നത് എന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അത്തരം ഒരു കപ്പലിന് നേരെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് തൊട്ടടുത്തുള്ള മറ്റ് കപ്പൽ ഐറിസ് ബഷീർ എന്ന കപ്പലിനും ഇത്തരത്തിലൊരു ഭീഷണി നേരിട്ടതും തുടർന്ന് ശ്രീലങ്കയ്ക്ക് അപായ സന്ദേശം അയച്ച അല്ലെങ്കിൽ ശ്രീലങ്കൻ തീരത്ത് അണയാൻ ശ്രീലങ്കൻ സർക്കാരിനോട് അനുമതി തേടിയതും ആ കപ്പലിന് ശ്രീലങ്ക ഏതായാലും അഭയം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ശ്രീലങ്കൻ നാവികസേന ഐറിസ് ബുഷേറിൽ നിന്നുള്ള 208 ജീവനക്കാരെയും സുരക്ഷിതരായി ഒഴിപ്പിച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കപ്പൽ ഐറിസ് ബഷീർ എന്ന കപ്പൽ ശ്രീലങ്കയുടെ വടക്കുകിഴക്കൻ തുറമുഖമായ ട്രിങ്കോമാലിയിലേക്ക് സുരക്ഷിതമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട അതേസമയം രാഷ്ട്രീയ പ്രതികരണങ്ങൾ വഴിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് ആധിപത്യമുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വെച്ച് ഈ നാവികസേനയുടെ തന്നെ ക്ഷണമനുസരിച്ച് ഒരു അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കാനെത്തി മടങ്ങിയ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് ആണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ വരാനിരിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം പാദത്തിൽ ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ള തീരുമാനവും പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇക്കാര്യം സാഹചര്യം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം ഇന്ത്യൻ പോർട്ടുകൾ, ഇന്ത്യൻ തുറമുഖങ്ങളോ ഇന്ത്യൻ സൈനിക ആസ്തികളോ ഈ ഒരു ആക്രമണത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിലുള്ള തുടർ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകും. കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.